ഏത് സമ്പദ്ഘടനയ്ക്ക് ഏത് തരത്തിലുള്ള വികസനം വേണം എന്ന് നമ്മൾ ആലോചിക്കണം. ന്യൂയോർക്കിലെയും വയനാട്ടിലെയും വികസനം ഒരുമാതിരി അല്ല. ഇപ്പോൾ ഇവിടെ വികസനം എന്ന് പറഞ്ഞ റോഡാണോ, പാലമാണോ, വിമാനത്താവളമാണോ, ബസ് സ്റ്റാൻഡാണോ, റെയിൽവേ സ്റ്റേഷനാണോ? നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ കേരളത്തിൽ വളരെയധികം കർഷകരുള്ള ഒരു പ്രദേശമാണ് വയനാട്. ഞാൻ വയനാട് മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എത്ര കർഷകർ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് വയനാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ആലോചിക്കാം. നമുക്ക് വികസനം വേണ്ടത് വ്യവസായത്തിൻ്റെ രംഗത്താണോ, വ്യാപാരത്തിൻ്റെ രംഗത്താണോ, അതോ കൃഷി രംഗത്താണോ? ഇത്ര കൊല്ലം 56 നവംബർ 1-ാം തീയതി കേരളം എന്നാണ് നമ്മുടെ നാടിൻ്റെ പേര്. കേരളം, കേരം തിങ്ങുന്ന നാട് എന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന ഈ നാട്ടിൽ കേരവൃക്ഷത്തിന്, തെങ്ങിന്, തേങ്ങയ്ക്ക്, തെങ്ങ് കൃഷിക്കാരന് എന്ത് പുരോഗതി ഉണ്ടായി, എന്ത് വികസനം ഉണ്ടായി എന്ന് ആലോചിക്കാം. നമ്മൾ ഇളനീര് കുടിക്കുന്നുണ്ടോ, തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ടോ, ചിരട്ട ഉപയോഗിക്കുന്നുണ്ടോ, ചകിരി ഉപയോഗിക്കുന്നുണ്ടോ, തെങ്ങോലകൾ ഉപയോഗിക്കുന്നുണ്ടോ? തെങ്ങ് കൃഷിക്കാരന് രക്ഷയുണ്ടോ? വൈലോപ്പള്ളി ആസാം മണിക്കാരെന്നുള്ള കവിതയിൽ മടങ്ങുന്ന ആസാം മണിക്കാരെ പറ്റി പറയുന്നുണ്ട്. ഓരോ തെങ്ങ് കാണുമ്പോഴും ഞങ്ങൾ ജന്മനാട്ടിനെ ഓർമ്മിച്ചു എന്നാണ്. നമ്മുടെ പ്രതീകമാണ് തെങ്ങ്. എങ്ങനെയാണോ അറബിക്ക് ഈത്തപ്പന അവൻ്റെ പ്രതീകമായിരിക്കുന്നത്, അതുപോലെ കേരളീയൻ്റെ പ്രതീകമാണ് തെങ്ങ്. ഈ തെങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ നെൽകൃഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ വാഴക്കൃഷിക്കും കപ്പ കൃഷിക്കും റബ്ബറിനും എന്ത് സംഭവിച്ചു മനസ്സിലാവും. ഇവിടെ എവിടെയാണ് വികസനം വരുന്നത്? അപ്പോൾ നമ്മുടെ കർഷകർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മദ്യപാനവും ആത്മഹത്യയും മാത്രമേ 2 ആവിഷ്കാരങ്ങളുള്ളൂ എന്ന് തോന്നുന്ന മട്ടിൽ എന്ത് വികസനമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. വികസനം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അത് കൃഷിക്കാരുടെ ഭൂമി, വയലാണെങ്കിലും പറമ്പാണെങ്കിലും പാടമാണെങ്കിലും വേറെ എന്താണെങ്കിലും അവർക്ക് ചില്ലറ പൈസയ്ക്ക് ജനങ്ങളെ കുടിയിറക്കിയിട്ട് അവർക്ക് അത് കൊടുക്കുക. അവരുടെ വ്യവസായശാലകൾ, അവരുടെ വ്യാപാരമേളകൾ നടക്കുകയാണ്. പ്ലാച്ചിമടയിൽ വെള്ളമൂറ്റുന്നു എന്തിന്? കൊക്കക്കോല ഉണ്ടാക്കാൻ വേണ്ടി. ഞാനൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ കേരളത്തിൻ്റെ അനേകം ഗ്രാമങ്ങളിൽ നമുക്കൊരാവശ്യമില്ലാത്ത, കാരണം നമുക്ക് ഇളനീര് കുടിച്ചാൽ മതി, നമുക്ക് തേങ്ങ വെള്ളം കുടിച്ചാൽ മതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ചരിത്രം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ആവാസ വ്യവസ്ഥ, ഇതിനോട് നിരന്നു പോകാത്ത ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. ഇത് ന്യൂയോർക്ക് പോലെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ന്യൂയോർക്കിൽ അവരുടെ പാരമ്പര്യം ഇതല്ല, അവരുടെ സംസ്കാരം ഇതല്ല, അവരുടെ ജീവികാ സമ്പാദനം ഇതല്ല. ഈ തരത്തിൽ ജനജീവിതത്തെ അറിഞ്ഞുകൊണ്ട്, പ്രദേശത്തെ അറിഞ്ഞുകൊണ്ട് വരുന്ന വികസനം മാത്രമേ വികസനമാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കേരളത്തിലിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമില്ല. എന്താണ് ഡൽഹിയിലെ സ്ഥിതി, ആസാമിലെ സ്ഥിതി, നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ സ്ഥിതി? നിരക്ഷരത വലിയൊരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല, സ്ത്രീകൾക്ക് രക്ഷയില്ല. ഇപ്പോൾ ഡൽഹി ബലാത്സംഗത്തിൻ്റെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്ത് വികസനമാണ് നമുക്കുണ്ടായത്? അപ്പോൾ ഇവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇവരെ ഒഴിവാക്കാൻ അധികാരം വേണം എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ ഉദാഹരണം പറയാം. കെജ്രിവാൾ ജീവിക്കുന്ന ഡൽഹിയിൽ, അദ്ദേഹം ഹരിയാന സ്റ്റേറ്റുകാരനാണ് കേട്ടോ. അദ്ദേഹം ജന്മം കൊണ്ട് ഹരിയാനക്കാരനാണ്, അദ്ദേഹം കർമ്മം കൊണ്ടാണ് ഡൽഹിക്കാരനായിരിക്കുന്നത്. ഡൽഹി സംസ്ഥാനത്ത് 7 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 7-ൽ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലത്തിലോ നിന്ന് അദ്ദേഹത്തിന് ജയിക്കാം. ബുദ്ധിമുട്ടില്ല. അത് നമുക്കിപ്പോൾ ഒരാളോട് ചോദിക്കാൻ പറയാവുന്ന കാര്യം. അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചത് വാരാണസിയിലാണ്. എന്താ കാരണം? നരേന്ദ്രമോദിയെ എതിർക്കാൻ പോകും അദ്ദേഹം. ജയിക്കാൻ സാധ്യതയില്ല എന്നെല്ലാവരും പറയുന്നു. കേജ്രിവാളിന് യാതൊരു പരിഭ്രമവുമില്ല. കാരണം നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്, നരേന്ദ്രമോദിയെ ഏറ്റവും വലിയ എതിരാളിയാണ് എന്ന് പറയുന്ന കോൺഗ്രസോ മറ്റു പാർട്ടികളോ യോജിച്ച് ഒരു കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി നരേന്ദ്രമോദിയെ വാരാണസിയിൽ തോൽപ്പിക്കാം എന്ന് വിചാരിക്കുന്നില്ല. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാം എന്ന് വിചാരിക്കുന്നത് കേജ്രിവാളാണ്. ചെറിയ കാര്യമല്ലാതെ. കാരണം ഇപ്പം എല്ലാവരും പറയുന്ന മാതിരി, എല്ലാവർക്കും അറിയുന്ന മാതിരി, സംസ്ഥാനത്തിന് പുറത്ത്, പാർട്ടിക്ക് പുറത്ത് വലിയ ഏതോ ഒരാളായിട്ട്, വലിയ ഒരു ഇമേജായിട്ട്, വലിയൊരു ബിംബമായിട്ട്, വലിയൊരു രക്ഷകനായിട്ട്, ഒരു അവതാര പുരുഷനായിട്ട് ഇവിടുത്തെ BJPയും അവരുടെ സഖ്യകക്ഷികളും
ഇവിടുത്തെ മാധ്യമങ്ങളും മോദിയെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരാ മോദി? മോദിയെപ്പറ്റി നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആളുകൾക്ക് ഓർമ്മയുള്ളത് അവിടുത്തെ വർഗീയ കലാപങ്ങളുടെ മാത്രം കാര്യമാണ്. 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഓർമ്മിക്കേണ്ടതാണ്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്ത ഒരു ഫാസിസത്തിൻ്റെ രീതികളാണ് തീർച്ചയായിട്ടും മോദി കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇതുപോലെ ചില കാര്യത്തിൽ ഇതിനേക്കാൾ അപകടമായിട്ട് കുത്തക മുതലാളിത്തത്തിൻ്റെ ഒരു പിണിയാളാണ്, ഒരു ഏജൻ്റാണ്, ഒരു ഏലാക്കിയാണ് നരേന്ദ്രമോദി. ഞാൻ ഈ ഇടയ്ക്ക് ഗുജറാത്തിൽ പോയിരുന്നു. അവിടെ ആളുകൾ പറഞ്ഞൊരു തമാശ, രാമരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു. എന്താ അത്? ആർ എന്ന് പറഞ്ഞാൽ റിലയൻസ്, എ എന്ന് പറഞ്ഞാൽ അദാനി, എം എന്ന് പറഞ്ഞാൽ മോദി. അപ്പോൾ റിലയൻസ്, അദാനി, മോദി രാമരാജ്യമായി. ഇത് സമ്പത്തിൻ്റെ രാജ്യമാണ്, മൂല്യങ്ങളുടെ രാജ്യമല്ല. ഇത് പാവപ്പെട്ടവൻ്റെ രാജ്യമല്ല. ഇത് പണക്കാരന് അടിമയാവുകയും പണക്കാരൻ്റെ നാനാവിധമായ ചൂഷണത്തിന് വിധേയനാവുകയും ചെയ്യുന്ന ആളുകളുടെ രാജ്യമാണ്. അപ്പോൾ അവിടെ വികസനത്തിൻ്റെ സ്വർഗം എന്ന് പറയുന്നു. ഞാനവിടെ പല ഭാഗത്ത് യാത്ര ചെയ്തു, അഹമ്മദാബാദിൽ, ഗാന്ധിനഗറിൽ, മറ്റ് പരിസര പ്രദേശങ്ങളിലും. അവിടെ തീർച്ചയായിട്ടും വലിയ റോഡുകളുണ്ട്, സംശയമില്ല, നല്ല റോഡുകളുണ്ട്. അതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളത് അവിടുത്തെ വലിയ വ്യവസായികൾക്കും വ്യാപാരികൾക്കും. ഒരുമാതിരി എല്ലാ തരത്തിലുള്ള വ്യവസായശാലകളും അവരുടെ വ്യാപാരശാലകളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ പാവപ്പെട്ട ആളുകളുണ്ട്. അവിടെ ഞാൻ അനുഭവിച്ചതാണ് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അവിടെയുണ്ട്. മോദിക്കെതിരായിട്ട് സംസാരിക്കാൻ ആളുകൾക്ക് പേടിയാണ്, ഭയം. ഇപ്പോൾ ഗോപാൽ മേനോൻ എന്ന് പറഞ്ഞ് വളരെ മിടുക്കനായ ഒരു മലയാളി സംവിധായകൻ എടുത്ത മുസഫർ നഗറിനെ പറ്റിയൊരു ഡോക്യുമെൻ്ററി അവിടെ കാണിച്ചു. ഞാൻ കാണാൻ പോയി. അപ്പോൾ ഞങ്ങൾ 10-70 പേരുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് മധുമേനോൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ CID ഉണ്ട്, IBയുടെ ആളുകളുണ്ട്, RSS ഉണ്ട്. അപ്പോൾ വലിയ വർത്തമാനമാണ്. അപ്പോൾ ഗോപാൽ മേനോൻ പറഞ്ഞു, മോദി ഒരു ഫാസിസ്റ്റാണ് എന്നതിൽ എനിക്കൊരു സംശയമില്ല. അദ്ദേഹം വളരെ ധീരമായിട്ടത് പറഞ്ഞു. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ 4 വണ്ടി പോലീസുണ്ട് അവിടെ. ഈ തരത്തിലാണ് ആരാണ് വന്നത്, ആരാണ് നിന്നത്, ആരാണ് ഇരുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ അപ്പപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു അദൃശ്യമായ റെക്കോർഡ്, അതിൻ്റെ ഒരു കണ്ണ് അവിടെയുണ്ട്. പിന്നെ അവികസിതമായ പ്രദേശങ്ങൾ, വിവേചനം നേരിടുന്ന പ്രദേശങ്ങൾ അഹമ്മദാബാദ് നഗരത്തിലുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ ജമാൽപൂർ എന്നൊരു സ്ഥലത്ത് ഞാൻ പോയി. മര്യാദയ്ക്ക് കാറ് പോകാനുള്ള വീതിയില്ലാത്ത റോഡുകളാണ്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4-5 കിലോമീറ്റർ അകലെ ഈ സ്ഥലം. അപ്പോൾ അവിടെ കൃത്യമായ വിവേചനമുണ്ട്. അവിടെ ലഹളയ്ക്ക് വിധേയരായ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, മോദിക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. എന്താ കാരണം? അവർക്ക് പേടിയാണ്, ഭയമാണ് ഈ വരുന്നത്. അവർക്ക് പേടിയാണ്. ഇനി കൂടുതൽ വർത്തമാനം പറഞ്ഞ് കച്ചറ ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ട് അവർ നിശബ്ദമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഹോട്ടലിൽ പണിയെടുക്കുന്നു, ഓഫീസിൽ പോകുന്നു, കച്ചവടം ചെയ്യുന്നു. അവർ അവിടുത്തെ പൗരന്മാരാണ് എന്നല്ല, തങ്ങൾ വിനീത വിധേയരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ സ്ഥലത്താണ് കെജ്രിവാൾ ചെല്ലുന്നത്. നമ്മൾ ഓർമ്മിക്കണം, മോദിയുടെ ഓഫീസിലേക്ക് ഒരു കടലാസിൽ ഇതാ എനിക്ക് നിങ്ങളോട് 14 ചോദ്യം ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ട് കടന്നില്ല. മോദി അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചില്ല. എന്താ കണ്ടാൽ പ്രോട്ടോക്കോൾ ലംഘിച്ചു, മുൻകൂട്ടി അനുവാദം വാങ്ങിയില്ല. എന്തിനാണ് സാറേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളെ കാണാൻ? അദ്ദേഹം മുഖ്യമന്ത്രി ഓഫീസിൽ തിരക്കിട്ടിരിക്കല്ലോ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരവേലയിലാണ്. ഇദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവാണ്. ഇനിയിപ്പോൾ കണക്ക് പറയാനാണെങ്കിൽ 49 ദിവസത്തേക്കാണെങ്കിലും ഡൽഹിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് വെച്ചോളൂ, ഇതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ കാണാൻ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഭയമാണ്. കാരണം ന്യായം ചോദിക്കുന്നു കെജ്രിവാൾ. അപ്പോൾ ആം ആദ്മി പാർട്ടി വരുത്തിയ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്തുകൊണ്ടാണ് മോദി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് കെജ്രിവാൾ ചോദിക്കുന്നു. ആം ആദ്മി ചോദിക്കുന്നു. കാരണം ഇദ്ദേഹം ഇത്ര വലിയ നേതാവാണെങ്കിൽ, ഇത്ര രക്ഷകനാണെങ്കിൽ, അവതാര പുരുഷനാണെങ്കിൽ, ഈ രാജ്യം രക്ഷിക്കാൻ വേറെ ആരുമില്ല എങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തോളൂ. അദ്ദേഹം വാരാണസിയിൽ നിൽക്കുന്ന കൂട്ടത്തിൽ വേറെ ഒരു മണ്ഡലം കൂടി തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. കെജ്രിവാൾ അത് ചോദിക്കുന്നു, അതിന് മറുപടിയില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിക്കണം, എന്തുകൊണ്ടാണ് തോൽക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ചെന്നിട്ട് കെജ്രിവാൾ നിൽക്കുന്നത്? കാരണം അദ്ദേഹത്തിന് ആ MP സ്ഥാനത്തെക്കാൾ വലുതാണ്
മോദിയെ ചോദ്യം ചെയ്യാൻ, ഫാസത്തെ വെല്ലുവിളിക്കാൻ, അതിൻ്റെ ധിക്കാരത്തെ പ്രശ്നവൽക്കരിക്കാൻ ധൈര്യമുള്ള ആളുകൾ, ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന്. ഇന്നിപ്പോൾ മോദിക്കെതിരായിട്ട് കാര്യമായ ഒരു പണിയും കോൺഗ്രസ് എടുക്കുന്നില്ല, കാര്യമായൊരു പണിയും CPM എടുക്കുന്നില്ല. എൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. മോദി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇവർക്ക് സംഘടിതമായി അഭിപ്രായ ഐക്യത്തോടു കൂടി ഒരാളെ നിർത്തിയാൽ അതൊന്ന് നോക്കാമല്ലോ. അങ്ങനെ നോക്കാം എന്നിവർ വിചാരിക്കുന്നില്ല. ഞാൻ പറയും, വാരാണസിയിൽ ഞങ്ങളൊന്നും സ്ഥാനാർത്ഥിയില്ല, കെജ്രിവാൾ നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പിന്തുണ കൊടുക്കാം എന്നവർ പറയില്ല. കെജ്രിവാളിന് ആ പിന്തുണ വേണ്ട. കാരണം കെജ്രിവാൾ ജയിച്ച് MP ആവാൻ കെജ്രിവാൾ പറഞ്ഞത് 543 മെമ്പർമാരുള്ള സഭയെപ്പറ്റി, ലോക്സഭയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 5 പേര് മതിയെന്ന്. എന്താ കാരണം? ഞങ്ങൾക്കിത് പറയാനുണ്ട്, ഞങ്ങൾക്കിത് ചോദിക്കാനുണ്ട്. അങ്ങനെ പണ്ട് ഒരു ചൈനക്കാരുടെ കഥയുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഒരു കുട്ടി വന്നിട്ട് രാജാവ് നഗ്നനാണ് എന്ന് പറയും. നമ്മുടെ MN വിജയൻ മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിമർശന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരിക. അധ്യാപകൻ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്താ കാര്യം? അധ്യാപകന് അഹിതമായ, അധ്യാപകന് മറുപടി പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യം ആ കുട്ടി ചോദിച്ചു, പുറത്താക്കി. അപ്പോൾ വിജയമാഷ പറയാണ്, ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കാം, ചോദ്യം ക്ലാസ്സിൽ ബാക്കിയുണ്ടാവുന്നു. ഡൽഹിയിൽ 49 ദിവസം കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ കെജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവിടെ ചോദിച്ച ചോദ്യങ്ങൾ, അവിടെ ഉണ്ടാക്കിയ തിരുത്തുകൾ അവിടെ ബാക്കിയുണ്ടാവും. ഞാൻ അവിടുത്തെ ഒരു അനുഭവം പറയാം. ഡൽഹിയിൽ ഓട്ടോറിക്ഷക്കാർ, തട്ടുകടക്കാർ, ഇവർക്കൊക്കെ ഉള്ള ഒരു വലിയ ദുരിതം, പോലീസിന് പൈസ കൊടുക്കണം, മാസം പ്രതി കൊടുക്കണം, ചിലർക്ക് ആഴ്ചതോറും കൊടുക്കണം. അതിന് ഹഫ്ത എന്ന് പറയും. അപ്പോൾ ഇത് കൈക്കൂലിയാണ്. അഴിമതി എന്ന് പറയുന്നത് അംബാനിയും അദാനിയും ബിർളയും ടാറ്റയും മൻമോഹൻ സിംഗിനും മോദിക്കും കൊടുക്കുന്നത് മാത്രമല്ല, ഇതും കൈക്കൂലിയാണ്, ഇതും അഴിമതിയാണ്, ഇതും ജീർണതയാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി അവരോട് പറഞ്ഞത്, നിങ്ങൾ കൈക്കൂലി കൊടുക്കണ്ടെന്നല്ല, നിങ്ങൾ ഹഫ്ത എന്ന് പറഞ്ഞാൽ കൈമടക്ക്, അത് കൊടുക്കൂ. എന്നിട്ട് ആരാണ് നിങ്ങളോട് വാങ്ങിയത്, എവിടുന്നാണ് വാങ്ങിയത്, എത്രയാണ് വാങ്ങിയത് എന്നിവിടെ ഇന്ന നമ്പർ വിളിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഇന്ന ആൾ ഇത്ര രൂപ ഹഫ്ത ചോദിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം ഡൽഹിയിലെ പരിപാടിയില്ല. ഡൽഹിയിലെ ഓട്ടോറിക്ഷക്കാർ എന്നോട് പറയാണ്, സാറേ ഞങ്ങൾ ഹഫ്ത കൊടുത്താൽ പോലീസിന് മേടിക്കാൻ പേടിയാണ്. എന്താ കാരണം? പോലീസ് നമ്മളെ പേടിക്കുന്നു. കണ്ടോ, രാഷ്ട്രീയം മാറുന്നു, കണ്ടോ, രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു, കണ്ടോ, സംസ്കാരം മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് ഒരു ഭരണമാറ്റമല്ല. ഭരണം മാറുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കറിഞ്ഞൂടെ, ഇവിടെ ഇപ്പോൾ 5 കൊല്ലത്തിലൊരിക്കൽ കേരളത്തിൽ ഭരണം മാറുന്നില്ലേ? ഫലത്തിൽ വല്ല വ്യത്യാസമുണ്ട്. അന്ന് അവർ പറഞ്ഞത് അത് ഭരണം മാത്രമേ മാറിയുള്ളൂ, ഭരണകൂടം മാറിയിട്ടില്ല. കാരണം ഈ അന്യായങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ബ്യൂറോക്രാറ്റ്സ് ആണ്. ഇവിടുത്തെ പോലീസിനെ, ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാരെ, സിവിൽ സ്റ്റേഷനിലും യൂണിവേഴ്സിറ്റികളിലും പണിയെടുക്കുന്ന ആളുകളെ, ഹോട്ടലുകളിലും മെഡിക്കൽ കോളേജിലും പണിയെടുക്കുന്ന ആളുകളെ, KTDCയിലും മറ്റിടത്തും പണിയെടുക്കുന്ന ആളുകളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ എന്തിനാ സാറേ നിങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിയായിട്ട് ഇരിക്കുന്നത്? ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ ഭരണമല്ല മാറേണ്ടത്, നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് എന്നാണ് ആം ആദ്മി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു നവരാഷ്ട്രീയമാണ്. ഭരണമാരുടെ ഒരു കാര്യമില്ല. UDF മാറി LDF ആവും, LDF മാറി UDF ആവും, വല്ല വ്യത്യാസമുണ്ടോ? നമ്മളിപ്പോൾ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് അയ്യപ്പണിക്കരുടെ കവിത പറയുന്നുണ്ട്, ഇടങ്കാലിലെ ചളി വലങ്കാൽ കൊണ്ട് തുടച്ചതും, വലങ്കാലിലെ ചളി ഇടങ്കാൽ കൊണ്ട് തുടച്ചതും, പിന്നെ ഇടങ്കാലിലെ ചളി വലങ്കാൽ കൊണ്ട് തുടച്ചതും, പിന്നെ വലങ്കാലിലെ ചളി ഇടങ്കാൽ കൊണ്ട് തുടച്ചതും. ഈ കവിത അവസാനിക്കുന്നില്ല എന്നാണ് പണിക്കർ സാറ് പറയുക. ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇടത്തെ കാലിലെ ചളി വലത്തെ കാലിൽ, വലത്തെ കാലിലെ ചളി ഇടത്തെ കാലിൽ, തുടച്ചിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ സംസ്കാരം, ആ തുടയ്ക്കുന്നതിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഒരാവശ്യമില്ല. കാരണം ഒരു പ്രയോജനമില്ല. കാരണം കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും മാറും എന്നല്ലാതെ കൈക്കൂലി മാറുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇവിടുത്തെ അഴിമതിയും വിലക്കയറ്റവും ഒറ്റ ഒന്നാണ്. ഇവർ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരും ഉള്ളതുകൊണ്ടാണ് ഇവിടെ വില കയറുന്നത്. അല്ലെ വില കയറൊന്നുമില്ല. കാരണം ഈ നാട്ടിലുള്ള സാധനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത്? ഇവിടെ വെളിച്ചെണ്ണ വേണ്ട, പാം ഓയിൽ മതി. ആലോചിച്ച് നോക്കൂ,
ഇവിടെ നമ്മുടെ പാനീയങ്ങൾ പോരാ, നമുക്ക് കൊക്കക്കോല വേണം. ഇതൊക്കെ ഇവർക്ക് പ്രയോജനം ഉണ്ടായിട്ടാണ്, ഇവർക്ക് കാശ് കിട്ടിയിട്ടാണ്. ഇവർ നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം, ഞാൻ ആലോചിക്കണം. ഇത്രയധികം ഫ്ലെക്സ് ബോർഡ്, ഇത്രയധികം വാൾ പോസ്റ്റർ, ഇത്രയധികം പ്രകടനങ്ങൾ, എന്താ കാര്യം എന്നറിയോ? ഈ ശക്തി പ്രകടനം എന്നാണ്, ശക്തിയാണ് ശരി എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം. ആം ആദ്മി പറയുന്നു ശരിയാണ് ശക്തി എന്ന്. വലിയ വ്യത്യാസം. മൈറ്റ് ഈസ് റൈറ്റ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പറയുന്നു, ആം ആദ്മി പറയുന്നു റൈറ്റ് ഈസ് മൈറ്റ്. ഒന്ന് ആലോചിച്ചാലേ മനസ്സിലാവൂ. 10,000 ആള് കൂടിയിട്ട് ഒരു കള്ളം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് സത്യമാവുകയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ കുത്തിയിരുന്ന് ആലോചിക്കണം. രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂല്യങ്ങളാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത അവരൊക്കെ ആ ഭരണഘടനയ്ക്കെതിരായി അതിനോട് സത്യസന്ധത പാലിക്കാം, അതിനോട് ആത്മാർത്ഥത കാണിക്കാം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയും അവനവൻ്റെ ഭാര്യയും മക്കളെയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയും അവർക്ക് കാറും സൗകര്യങ്ങളും. ചോദിക്കും, ഇപ്പോൾ മോദിയുടെ കാര്യം പറയുന്നു. എന്താ പറയുന്നത്? മോദിയെ പറ്റി പറഞ്ഞത് അദ്ദേഹം ചായ് വാലാ, ചായ ഒഴിക്കുന്നവർ തന്നെ. ശരി, അത് തന്നെ കള്ളത്തരമാണ് എന്ന് എനിക്ക് അഹമ്മദാബാദിൽ നിന്ന് മനസ്സിലായി. കാരണം മോദി എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ തൊഴിൽ എണ്ണയാട്ടില്ല. അവിടെ ഗുജറാത്തിൽ അവർ തൈലി എന്ന് പറയും, തൈലം എണ്ണയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചായ ക്യാൻറ്റീനുകളുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ക്യാൻറ്റീനുകൾ കോൺട്രാക്റ്റ് എടുത്ത് നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ന് വിമാനത്തിലും ഹെലികോപ്റ്ററിലും ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യാനുള്ള കാശുണ്ടാവുക? ആ കാശിൻ്റെ കണക്കെന്താ? അപ്പം ഈ പകിട്ട്, ഈ പത്രാസ് CPM കാണിക്കുമ്പോഴും CPI കാണിക്കുമ്പോഴും ലീഗ് കാണിക്കുമ്പോഴും നമ്മളോട് തന്നെ ചോദിക്കണം, എവിടുന്ന് അവർക്ക് ഈ കാശ്? അപ്പോൾ അഴിമതി ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരവേലയിൽ 70 ലക്ഷം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ചെലവാക്കാം അങ്ങേയറ്റം എന്നാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഇവിടെ ചെലവാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 5-6 കോടിയാണ്. എന്തിനായി ചെലവാക്കുന്നത്? എന്തിനാണ് ഈ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നത്? എന്തിനാണ് ഈ വാൾ പോസ്റ്റ് വയ്ക്കുന്നത്? എന്തിനാണ് ചുമരെഴുതുന്നത്? എന്തിനാണ് ഈ അളവിലുള്ള വലിയ പ്രകടനങ്ങളും ജാഥകളും നടത്തുന്നത്? ഇപ്പോൾ ഞാൻ പറയാം, ഈ തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്താൻ ചരിത്രത്തിൽ ആദ്യം ആരംഭിക്കുന്നത് ഹിറ്റ്ലറാണ്. വലിയ പ്രകടനങ്ങൾ, വലിയ ഡ്രംസ്, വലിയ വാദ്യങ്ങൾ, വലിയ ബ്യൂളുകൾ, അതിൻ്റെ വലിയ വേഷം കെട്ടിയിട്ടുള്ള തൻ്റെ സ്വകാര്യ സേന, പട്ടാളം, പോലീസ്, ഒന്നും പറയണ്ട. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, ബ്രെയിൻ വാഷിംഗ്. ഇത് മുഴുവൻ ഇങ്ങനെ വലിയ ജാഥയായിട്ട്, വലിയ ശബ്ദമായിട്ട്, വലിയ ബഹളമായിട്ട്, തീയും പുകയായിട്ട് ഇങ്ങനെ കടന്നു പോവാം. ശക്തി പ്രകടനം അതിന് പറയാം. ശക്തി പ്രകടനം. നമുക്ക് വേണ്ടത് യുക്തിയാണ്, നമുക്ക് വേണ്ടത് മൂല്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആവർത്തിക്കുകയാണ്, മൈറ്റ് ഈസ് റൈറ്റ്. ശക്തിയുള്ളതൊക്കെ ശരിയായിരിക്കും. അങ്ങനെയല്ല, ശരി ഉള്ളത് ശക്തിയായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഇതാണ് നമ്മൾ ദേശീയ പ്രസ്ഥാന കാലത്ത് ഗാന്ധിയിൽ നിന്ന് പഠിച്ചത്. ഗാന്ധി മാത്രമല്ല, ജയപ്രകാശ് നാരായണൻ, അനവധി ആളുകൾ വിശ്വസിച്ചില്ല. അതായത് 70കളുടെ ആരംഭത്തിൽ ബീഹാറിൽ അബ്ദുൽ ഖയ്യൂം ഗവൺമെൻറ്റിനെതിരായിട്ട് ജയപ്രകാശ് നാരായണൻ ഒരു സമരം തുടങ്ങുന്നു, അഴിമതി വിരുദ്ധ സമരം. ഇന്നിപ്പോൾ അണ്ണാ ഹസാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ആരംഭിച്ച മാതിരി കുറച്ച് കഴിഞ്ഞത് സമ്പൂർണ്ണ വിപ്ലവം ആയി മാറുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള, ദേശായി അടക്കമുള്ള അനവധി ആളുകൾ ജയിലിൽ പോകുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അവർ ഇവിടുത്തെ സംഘടനാ കോൺഗ്രസിനെയും സോഷ്യലിസ്റ്റ് പാർട്ടിയെയും ജനസംഘത്തെയും കോൺഗ്രസ് ഫോർ ഡെമോക്രസിയൊക്കെ കൂടിച്ചേർത്തിട്ട് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആരും വിചാരിച്ചില്ല ഇന്ദിരാഗാന്ധിയെ ഇറക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്ക് ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. റായ്ബറേലി മണ്ഡലത്തിൽ, അവരുടെ തറവാട് പാരമ്പര്യ മണ്ഡല, അവിടെ രാജ് നാരായണൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ, ആളുകൾ കളിയാക്കിയിരുന്ന ഒരാൾ അവരെ തോൽപ്പിച്ചു. രാജനാരായണൻ പിന്നീട് ചരൺസിംഗ് മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇതൊക്കെ സാധ്യമാണ്, ഇതൊക്കെ വേറെ ഒരു രാഷ്ട്രീയം സാധ്യമാണ് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അപ്പോൾ ആളുകൾ വലിയ പ്രശ്നമായിട്ട് പറയണം, എന്താണ് ഇതിനൊരു പ്രത്യയശാസ്ത്രമല്ല,
ഇതിനൊരു ഐഡിയോളജി ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട വിമർശനമാണ്. എന്താ വിമർശനം? ഐഡിയോളജി ഇല്ല. ശരി, അവർക്ക് ഐഡിയോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് രാഷ്ട്രീയത്തിൽ 2 തരത്തിൽ പ്രവർത്തനമുണ്ട്. ഒന്ന്, ഇതിൻ്റെ സിദ്ധാന്തങ്ങളും തത്വവും പ്രത്യയശാസ്ത്രവും ഒക്കെ എഴുതി രൂപീകരിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അങ്ങനെയാണ്. വേറെ ഒന്നുണ്ട്, നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ആശയങ്ങളും പ്രത്യയശാസ്ത്രം ഉണ്ടായി വരിക. നമ്മുടെ ദേശീയ പ്രസ്ഥാനം അങ്ങനെയായിരുന്നു. അതിൻ്റെ നായകനായിരുന്ന ഗാന്ധി തൻ്റെ ജീവിതത്തെ തന്നെ വിളിച്ചത് പരീക്ഷണം എന്നാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം ആത്മഹത്യക്ക് പേരിടും. അപ്പോൾ ഈ രണ്ടാമത്തെ രീതിയാണ് ഇന്ത്യക്ക് ഏറ്റവും സ്വാഭാവികവും സഹജവും ആയിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ളതാണ്. എന്താണ്? നമ്മൾ എടുത്തു നോക്കുക. അപ്പോൾ എന്താ കാര്യം എന്നറിയോ? ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിക്കുള്ള പ്രശ്നം എല്ലാം നേരത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ തെറ്റുപറ്റില്ല, കാരണം അവർക്ക് തെറ്റുപറ്റാൻ വഴിയില്ല. ഇവിടെ അങ്ങനെയല്ല. തെറ്റുപറ്റാം, അത് തിരുത്താം. തെറ്റുപറ്റി എന്ന് തിരിച്ചറിയാം, തിരുത്തി മുന്നോട്ട് പോവാം. അപ്പോൾ കുറേ കൂടി എലാസ്തികത, കുറേ കൂടി വലിച്ചാൽ നീളുകയും വിട്ടാൽ ചുരുങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അയവ് ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വലിയ പ്രത്യയശാസ്ത്രമുണ്ടെന്ന് പറയുന്നു, പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ CPM-ഉം CPI-ആയിട്ട് 2ആയിട്ട് ഇവർ പിരിഞ്ഞത്? ഇതിൽ നിന്ന്